ഒരിക്കലും ജീവിതത്തിൽ തുറന്നു പറയരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ചില നഗ്ന സത്യങ്ങൾ അത് ഞാനിപ്പോ വെളിപ്പെടുത്താൻ പോവാ. കഴിഞ്ഞ ദിവസം ആറട്ടണ്ണന്റെ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നു. അതായത് കള്ളവെടി അങ്ങനെ എന്തൊക്കെയോ. ഞാനും കള്ളവെടിക്ക് പോയിട്ടുണ്ട്. കള്ളവെടി പോയി ഞാൻ പണ്ട് പറഞ്ഞാണ്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഞാൻ മാത്രം നല്ല പെരേര പോയിട്ടുണ്ട്, അല്ല ചെയ്ത്താൻ പോകാറില്ല, ഞാൻ പോകാറില്ല, പെരേര പോകാറില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പാക്ക് തന്നെ ഉപ്പാപ്പാക്ക് തന്നെ. ഓ അപ്പൊ പാരമ്പര്യമായിട്ടുള്ളതാ. ഞാൻ തുറന്നു പറഞ്ഞു, അവരും തുറന്നു പറഞ്ഞില്ല. ആണുങ്ങളാവുമ്പോ കല്യാണത്തിന് മുൻപും പിൻപും പല സ്ത്രീകളുമായിട്ടൊക്കെ കൊണ്ടാവും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പെരേര കള്ളവെടിക്ക് പോയ എന്റെ കാശിലെ പോയത്. വിങ്ങിപ്പൊട്ടുന്ന നെഞ്ചുമായിട്ട് അങ്ങോട്ട് വണ്ടി കയറി ഇപ്പൊ മകരവിളക്കേണ്ട സന്തോഷം. അത് ഒരു പെണ്ണിന് കയറിയിട്ട് പിന്നെ രണ്ടാമതും വേണോ? ഒരാളെ ഒരാൾ ഒരു വെടിവെച്ച് കൊന്നാൽ അയാളെ രണ്ട് വെടിവെച്ച് കൊല്ലണമെന്നാണ് ഇവിടത്തെ നിയമം. നിനക്കതറിയില്ലേ? അത് ഒരു പെണ്ണിന് കയറിയിട്ട് പിന്നെ രണ്ടാമതും വേണോ? ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. അതാണ് കുമാറിന്റെ സ്റ്റാർമിന. പെരേര വെർജിൻ ഒന്നല്ല, വേണം ചോദിച്ചു നോക്കുക. പെരേര വെർജിൻ ഒന്നല്ല. ഏയ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ് യു ക്യാൻ എക്സാമിനേഷൻ. കള്ളവെടിക്ക് ഇവിടെ പോകാത്ത ആരെങ്കിലും അറിയില്ല. ഇവിടെ ഈ എറണാകുളത്തുള്ള രാത്രി ഒരു സമയമാകുമ്പോഴേക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ പുറത്തു എല്ലാ മിക്കവരും പോകുന്നുണ്ട്. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. സെലിബ്രിറ്റീസ് പോകുമ്പോൾ മാത്രമല്ല, സെലിബ്രിറ്റീസ് മനുഷ്യരല്ല, നമുക്ക് വലിയ വികാരം. ഞാൻ മാരീഡ് അല്ല, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ എനിക്കുള്ള വികാരം ഞാൻ എന്ത് ചെയ്യും? കൊടുക്ക വാങ്ങ ഇങ്ങനെ അർമാതിച്ച് ഒരു സ്പർശന സുഖം. അല്ല ഞാൻ പോയിട്ട് ഇല്ല, ഞാൻ പറയുന്നില്ല. ഇന്ന് ഇവിടെ ആയാലോ ലേഡീസ് ഹോസ്റ്റലാ. വേറെന്ത് പണി, നമ്മളെ ചോറല്ലേന്നത്. പെരേര സംഭവിച്ചില്ല. അത് പിന്നെ പാപ്പൻ എഞ്ചിൻ കംപ്ലൈന്റ് ആണെന്ന് വിചാരിക്കാം. ഇത് പാപ്പനെ പോലെയാണോ? പാപ്പനെക്കാട്ടും ഓൾഡല്ലേ? ഈ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ എനിക്ക് ഞാൻ സത്യസന്ധമായിട്ട് പറയണം. ഞാൻ എല്ലാ കാര്യം സത്യസന്ധമായിട്ടുള്ള പറയണം. സത്യം സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. ഒരു സെക്ഷനെ കുറിച്ച് പറയണത് ഇതിന് ഇത്ര മോശം കേൾക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാവർക്കും വികാരമാണ്. എങ്കിൽ പിന്നെ വല്ല ഡോക്ടർമാരെ കണ്ടാ പോരായിരുന്നു. അല്ല സെക്സിനെ ബാധിച്ചെങ്കിലേ ഈ പ്രായത്തിൽ അതിനെ ബാധിച്ചിപ്പോ എന്താണ്? ഇതിന് എന്തിന് ഇത്ര മോശമാണ് കാര്യം? ഇത് ഞാൻ ഫിലോസഫി സെക്ഷൻ റിസർച്ച് ചെയ്തിട്ടുണ്ടോ? സാറിന് വെടിവെക്കാൻ അത്ര പൂതിയുണ്ടെങ്കിലേ അങ്ങ് വീട്ടിൽ പോയി വെടിവെക്ക് സാറേ.